കോഴിക്കോട് ടൂറിംഗ് ബുക്ക് സ്റ്റാൾ അവരുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പൂർണ്ണ പബ്ലിക്കേഷൻ എൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഗ്രന്ഥമായി ഞാൻ പുറത്തിറക്കിയ ശബരിമല സമരവും സുവർണാവസര വിധിയും എന്ന പുസ്തകം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പുസ്തകം എഴുതാൻ പ്രചോദനം കിട്ടിയ ഒരു അവസരത്തെ ഞാൻ ഓർക്കുകയാണ്. കാരണം നമ്മുടെ ശബരിമലയിൽ സ്ത്രീകൾക്ക് കടക്കാമെന്ന വിധി വന്നപ്പോൾ വിശ്വാസികളായ ആളുകളുടെ മേൽ ഒരു ഇടിത്തി പോലെ നിബന്ധിച്ച ഒന്നായിട്ടാണ് അന്ന് അതിനെ കേരളത്തിലെ സമൂഹം കണ്ടത്. പക്ഷെ അത് വിധി സ്വാഗതം ചെയ്ത ആൾക്കാരുമുണ്ട്, ഞാൻ അതിനെ കുറച്ച് കാണുന്നില്ല. ഞാനിത് എഴുതുമ്പോൾ എൻ്റെ മുമ്പിൽ ഇപ്പം എല്ലാവരും ശബരിമലയിലെ അന്നത്തെ അജിറ്റേഷൻ ശരിയായിരുന്നു, സ്ത്രീകൾക്ക് ആചാരാനുഷ്ഠാനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് പ്രവേശനം അനുവദിക്കപ്പെട്ടുകൂടാ എന്ന നിലപാടിലേക്കാണെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അങ്ങനെ ഒരു വലിയ മാറ്റമുണ്ടായ ഒരു സാഹചര്യമാണ്. ഞാൻ എല്ലാ ആധികാരികമായി കിട്ടാവുന്ന രേഖകളും ആ കാലത്തെ വർത്തമാന പത്രങ്ങളും എല്ലാം വളരെ ആഴത്തിൽ പഠിച്ച് ഈ ഗ്രന്ഥരചനയ്ക്ക് മുതിർന്നിട്ടുള്ളത്. അക്കാലത്ത് നടത്തിയ ഇൻ്റർവ്യൂകൾ മലയാള മനോരമയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂകളും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ പുസ്തകമായി ഞാൻ കാണുകയാണ്. പുതിയ തലമുറയെ, വരാൻ പോകുന്ന തലമുറയെ ഓർമ്മപ്പെടുത്തണം. ആ ഓർമ്മപ്പെടുത്തലിനുള്ള ഒരു നല്ല രേഖ തയ്യാറാക്കാൻ സാധിച്ചതിൽ അതിനിപ്പോൾ വ്യാപകമായി ഈ പുസ്തകത്തിന് അനുകൂലവും പ്രതികൂലവുമായി ആളുകൾ അഭിപ്രായ പ്രകടനം നടത്തുന്നു. ഇത് വായിച്ച് ഇതിലെ ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ട് നിഷ്പക്ഷമായ വസ്തുതകളെ വിലയിരുത്താൻ ഞാൻ മലയാളി സമൂഹത്തോട് ഒന്നടങ്കം അഭ്യർത്ഥിക്കുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ പൂർണ്ണ പബ്ലിക്കേഷൻ ഞാൻ അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകം ഒ രാജഗോപാൽ അദ്ദേഹം പൈപ്ര രാധാകൃഷ്ണൻ നൽകിക്കൊണ്ട് ഇത് പ്രകാശനം ചെയ്തു. മാധ്യമങ്ങളുടെ എല്ലാം സഹകരണമുണ്ടായി. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു.